ഹായ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് 7-Eleven കുറിച്ചാണ്. നോർമൽ ഒരു 7-Eleven സ്റ്റോർ അല്ല, വേൾഡ്സ് ലാർജസ്റ്റ് 7-Eleven ആണ്. ഇത് പട്ടായയിലാണുള്ളത്. 7-Eleven സ്റ്റോർ ഒരു കൺവീനിയൻസ് സ്റ്റോറാണ്. ഓൾമോസ്റ്റ് എല്ലാ 7-Eleven സ്റ്റോറും 24 hours ഓപ്പണും ആയിരിക്കും, എല്ലാ ദിവസവും വർക്കിങ്ങും ആയിരിക്കും. അത് കാരണം നമ്മൾക്ക് ഏത് സാധനം വേണമെങ്കിലും അവിടെ പോയാൽ കിട്ടും. അങ്ങനെ നടന്ന് കയറിയതും ഞാൻ ആദ്യം കണ്ടത് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. അതും സാഷേ പാക്കറ്റ്സിൽ ഇതുപോലെ സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഐഡിയ എനിക്ക് അവിടെ നിന്ന് ആലോചിച്ചപ്പോൾ ഒത്തിരി നല്ലതായിട്ട് തോന്നി. കാര്യം ഇത് ഒരു ഫുൾ ബോട്ടിലോ ഒരു ഫുൾ പാക്കറ്റോ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവില്ല, നമുക്ക് ചേർന്ന ഷെയ്ഡായിരിക്കില്ല ലിപ്സ്റ്റിക്കൊക്കെ. ഇങ്ങനെ സാഷേസ് ആവുകയാണെങ്കിൽ നമുക്ക് ചേരാത്തതാണെങ്കിലും ഡിസ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് അധികം ഒരു മനസ്സിന് വിഷമവും വരില്ല, അധികം പൈസ പോയി എന്നുള്ളൊരു റിഗ്രറ്റും തോന്നില്ല. അത് കാരണം അതങ്ങനെ സാഷേ പാക്കറ്റ്സിലുള്ള മേക്കപ്പ്സ് ആൻഡ് സ്കിൻ കെയർ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടുന്ന് നടന്നപ്പോൾ കുറേ ബിവറേജസിൻ്റെ കണ്ടു. കുറേ സാധനങ്ങളുണ്ട്, ആൽക്കഹോളിക്കും നോൺ ആൽക്കഹോളിക്കും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ കിട്ടും. പിന്നെ നമുക്കവിടെ റെഡി ടു ഈറ്റ് ഫുഡ്സ്, എഗ്ഗ്, ബോയിൽഡ് എഗ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും. കുക്ക് ചെയ്യാത്തതായിട്ടുള്ള ഫുഡ്, സപ്ലിമെൻറ്റ്സ്, വിറ്റാമിൻസിൻ്റെ, മിനറൽസിൻ്റെ, പ്രോട്ടീൻസിൻ്റെ ഒക്കെ സപ്ലിമെൻറ്റ്സ് ഇങ്ങനെ സാഷേ ബോട്ടിൽസിൽ പാക്കറ്റ്സിലൊക്കെ കിട്ടും. കോൾഡ് ഡ്രിങ്ക്സും ജ്യൂസസും മാത്രമല്ല ഇവിടെ കിട്ടുന്നത്, ഹോട്ട് ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. കോഫി, ടീ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മെഷീൻ മെയ്ഡ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ചില റെഡി ടു ഈറ്റ് അല്ലെങ്കിൽ ഈസി ടു കുക്ക് ആയിട്ടുള്ള ഫുഡൊക്കെ ചിലത് ഹോട്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഓവൻ വെച്ചിട്ടുണ്ട്. അത് കാരണം അതിനകത്ത് വെച്ച് അപ്പം തന്നെ ചൂടോടുകൂടി നമുക്ക് വെളിയിരുന്ന് കഴിക്കാൻ ഡൈനിങ് സ്പേസും ഉണ്ട്. പിന്നെ കണ്ടതാണ് ഈ റോബോ. ഇത് ഈ സ്റ്റോറിൻ്റെ ചുറ്റും ഇങ്ങനെ ഈ റെയിലിലൂടെ പൊയ്ക്കൊണ്ടേയിരിക്കും. എന്നിട്ട് എല്ലാവരെയും കണ്ട് ഹായ്, ഹലോ എന്നൊക്കെ പറഞ്ഞ് ഗ്രീറ്റിങ്സ് കൊടുക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളൊരു റോബോ ആണിത്. ഹൈസാബിക്ക് പൊതുവേ റോബോ ടോയ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പം ഈ ഒരു റോബോയെ കണ്ടപ്പോൾ ഹൈസാബി ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ അതിനെ കണ്ട് ഹായ് ബായ് ഒക്കെ പറഞ്ഞ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് കുറേ നേരം തന്നെ കളിച്ചും സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അതൊക്കെ കണ്ട് അവിടുത്തെ സ്റ്റാഫും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷയാസൊക്കെ അവിടുന്ന് വേണ്ട സ്നാക്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ കഴിക്കാനും രാത്രിത്തേക്കും വേണ്ടിയിട്ടുള്ളത്. കുറച്ച് കൊറിയൻ വീഡിയോസും വ്ളോഗും ഒക്കെ കണ്ടിട്ട് കുറച്ച് ഫുഡ്സൊക്കെ അവിടെ കണ്ടപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. ഷയാസൊക്കെ ചായ, കാപ്പി, പാല് ഒന്നും കുടിക്കില്ല. പക്ഷേ ഞാനാണെങ്കിൽ നേരെ വിപരീതമാണ്. എനിക്ക് ചായയും കോഫിയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എണ്ണീറ്റതും എനിക്ക് ചായയോ കോഫിയോ എന്തെങ്കിലും കുടിക്കണം. അങ്ങനെ അവിടെ കണ്ട 2-3 സാധനം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൻ കെയറും മേക്കപ്പും ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ ബാക്കി കഴിക്കാനുള്ള സ്നാക്സും എല്ലാം വാങ്ങിച്ച് ഷയാസൊക്കെ ബില്ലിട്ടു. ആ സമയം കൊണ്ട് ഞാൻ ഹൈസാബിയും പുറത്തിറങ്ങി. പുറത്ത് ഭയങ്കര വിശാലമായിട്ടുള്ളൊരു സ്പേസാണുള്ളത്. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടേബിളും ചെയേഴ്സും ഫാനും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓപ്പൺ സ്പേസ് ആണ്, ക്ലോസ്ഡ് അല്ല. നമുക്ക് റോഡിൽ വണ്ടി പോകുന്നതും അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ പട്ടായ സിറ്റി എപ്പോഴും ഭയങ്കര ഓൺ ആയിരിക്കുമല്ലോ. അപ്പം രാത്രിയിലാണെങ്കിലും വന്നാൽ അവിടെ ഇരുന്ന് കഴിക്കാം. ഹൈസാബിയുടെ ഓട്ടവും കളിയും ചിരിയും കറങ്ങി കാണലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ടേബിളിൽ പോയിരുന്നു. അപ്പോഴത്തേക്കും ഷയാസ്ക ബില്ലിട്ട് സാധനങ്ങളായിട്ട് വന്നു. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഒനിഗിരി റൈസ് ട്രയാങ്കിൾ, ചീസ് ഫ്ലേവേർഡ് പൊട്ടറ്റോ റിങ്സ്, ചൈനീസ് ഗ്രീൻ ടീ, ഒരു എഗ് സാൻഡ്വിച്ച്, പിന്നെ ഒരു പുഡിങ്, അത് ലിച്ചിയുടെ ആയിരുന്നു. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ പുഡിങ് കേക്ക് പോലത്തെ, പിന്നെ ഒരു ജെല്ലി, പിന്നെ ഇത് pH ബാലൻസ്ഡ് ലിപ് ബാം, ഇത് നമ്മുടെ മഷ്റൂമിൻ്റെ തായ് സ്റ്റൈൽ സൂപ്പ്, ഹൈസാബിയുടെ ഒരു ഡ്രിങ്ക്, പിന്നെ എൻ്റെ കോഫി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി ടാക്സി പിടിച്ച് ഡയറക്റ്റ് പോയത് വാക്കിംഗ് സ്ട്രീറ്റിലാണ്. കുറേ ദൂരം നടക്കാനുണ്ടെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടയേർഡാണെങ്കിൽ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലം, നാളെ നമ്മൾ ബാങ്കോക്കിലും പോകുന്നതുകൊണ്ട് ഓക്കെ പറഞ്ഞു. അങ്ങനെ കൈ പിടിച്ച് നടന്നോളൂ, എവിടെയെങ്കിലും മിസ്സായി പോയതാ, കണ്ടുപിടിക്കാൻ പാടാ, അത്രയ്ക്ക് തിരക്കാന്ന് പറഞ്ഞു. വിളിച്ചാൽ പോലും കേൾക്കില്ല, അതുപോലെ സൗണ്ട് ബഹളത്തിലാണ്. പാട്ടും ഡാൻസും ലൈറ്റ്സും ഒക്കെ ഫുൾ വൈബ് നിറഞ്ഞൊരു സ്ട്രീറ്റാണിത്. സ്ട്രീറ്റിൻ്റെ എൻട്രൻസിൽ കയറിയപ്പോൾ എനിക്ക് അധികം ക്രൗഡഡായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഹൈസാബിയെ താഴെ നിർത്തി കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു, ഹൈസാബി ഓടുന്നതും കളിക്കുന്നതും ഒക്കെ. അതിനുശേഷം അങ്ങോട്ട് പോകെ ക്രൗഡഡായിട്ട് തോന്നി. ഡാൻസ്, പാർട്ടി, പബ്ബ്, വേണ്ടുന്നതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ സ്ട്രീറ്റിൽ കിട്ടും. നല്ലവരായിട്ട് പോവുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാം, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻറ്റൻഷനോട് കൂടി പോവുകയാണെങ്കിൽ അതും ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കാര്യം എല്ലാം അലൗഡാണ് അവിടെ.
മസാജിങ് സെൻറ്റേഴ്സ്, റെസ്റ്റോറൻറ്റ്സ്, ടാറ്റു സെൻറ്റേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഷോപ്പ് ചെയ്യാനും അവിടെ ഇവിടെയായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ റോഡിൻ്റെ സൈഡിലിരിക്കുന്ന കുറേ വെൻഡേഴ്സ് ഉണ്ട്. സീ ഫുഡ്സിൻ്റെ കുറേ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് അവിടെ കാണാം. ലൈവായിട്ട് നമുക്ക് അവരവിടെ പ്രിപ്പയർ ചെയ്ത് തരും. അങ്ങോട്ട് പോകുന്തോറും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുക, സ്റ്റെയർ ചെയ്ത് നോക്കുക, ആൽക്കഹോളും വീഡ് സ്മോക്കിങ്ങും ഒക്കെ അലൗഡ് ആയിട്ട് പോലും വഴക്കും ബഹളവും പ്രശ്നവും അങ്ങനെയൊന്നും കണ്ടില്ല. പിന്നെ എല്ലായിടത്തും ഓരോ സ്പോട്ട് എത്തുമ്പോൾ ഇങ്ങനെ സെക്യൂരിറ്റി ഗാർഡ്സ്, പോലീസ് ഓഫീസേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവരോടും വേണമെങ്കിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് പോകുന്ന ഒരു സിറ്റി, ആ ഒരു സ്ട്രീറ്റ് ആണെങ്കിലും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കടക്കാരും അവരുടേതായിട്ടുള്ള രീതിയിൽ മ്യൂസിക് ലൗഡായിട്ട് വെച്ചിട്ടുണ്ട്. ഓരോ കടയുടെയും നെയിം ബോർഡ്, അഡ്വർടൈസ്മെൻറ്റ് ബോർഡ്, അതൊക്കെ അവർ LED ലൈറ്റ്സ് കൊണ്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഫുൾ കാണാൻ തന്നെ ഒരു നല്ല കണ്ണിന് കുളിർമ തരുന്ന രീതിയിലുള്ള വൈബ്രൻറ്റ് കളേഴ്സാണ് എല്ലാം. പിന്നെ ഓരോ കടക്കാരും അതിൻ്റെ ഫ്രണ്ടിൽ സെയിൽസ് ഗേൾസൊക്കെ നമ്മളെ അവരുടെ കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മെനു കാർഡ് കാണിച്ച് അങ്ങോട്ട് വിളിക്കും. നമുക്കിഷ്ടമുള്ളിടത്ത് നമുക്ക് കയറാം. പിന്നെ മെല്ലെ അവിടുത്തെ കാഴ്ചകൾ ഓരോന്നായിട്ടൊക്കെ കണ്ട് ഷാജിക്കായിട്ട് സംസാരിച്ച് നടന്ന് പോയിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് നമ്മൾ വഴിയിൽ ഒരാൾ മാജിക് കാണിക്കുന്നത് കണ്ടത്. അതും കണ്ട് കുറച്ച് നേരം നിന്നു. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ ഓരോ കുഞ്ഞു സാധനങ്ങൾ കൈ പിടിക്കുകയൊക്കെ ചെയ്ത് പല രീതിയിലും അവിടെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ കണ്ട് പയ്യെ നടന്ന് വേറൊരു എക്സിറ്റ് എടുത്ത് അതുവഴി നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് തിരിച്ച് നമ്മൾ റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഫ്രഷൊക്കെ ആയതിനു ശേഷം രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, ലേറ്റ് നൈറ്റ് ഫുഡിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങി. സ്ട്രീറ്റ് ഫുഡ് നോക്കിയിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴാണ് ഷാസിക്ക പറഞ്ഞത് പണ്ട് മുതലേ ഉള്ള ഒരു കടയാണ് ഇവിടെ ഒതൻറ്റിക് ആയിട്ടുള്ള തായി ബീഫ് ബോളിൻ്റെ സൂപ്പ് നൂഡിൽസ് കിട്ടുന്ന ഒരു കടയുണ്ട്. എല്ലാ പ്രാവശ്യം ഷാസിക്ക വരുമ്പോൾ കുടിക്കാറുണ്ട്. അവിടെ പോയി നമുക്ക് സൂപ്പ് നൂഡിൽസ് കുടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ അവിടെ പോയി സൂപ്പ് നൂഡിൽസ് കുടിക്കാൻ വേണ്ടിയിട്ട് നടന്നാണ് പോയത്. നമ്മുടെ റൂമിൽ നിന്ന് ഒരു 5 minutes ഉള്ള വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ട്രീറ്റ് ഫുഡാണ്, അതുകൊണ്ട് തന്നെ റോഡിൻ്റെ സൈഡിൽ ബെഞ്ചും ഡെസ്കും, നമ്മൾ ഈ തട്ടുകടയൊക്കെ പോലെ ബെഞ്ചും ഡെസ്കും ഒക്കെ ഇട്ടിട്ടാണ് ഫുഡ് തന്നത്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. ഹൈസാബിക്കും അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. അവൾക്ക് കൊടുക്കുന്ന ഫുഡ് ഏതായാലും ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയുകയും ചെയ്യും. പിന്നെ അത് കഴിക്കില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിലെ ഫുഡ് വേണം എന്നുള്ള വാശിയൊന്നുമില്ല. അങ്ങനെ നൂഡിൽസ് ആയതുകൊണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടു. തന്നെ ചോപ്സ്റ്റിക്കൊക്കെ പിടിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോയി. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? ഇനിയും ബാക്കിയുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും ചേഞ്ചസോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.